സൗത്ത് അമേരിക്കയിലെ ഔലൂസുണ്ട വിറ്റ് കോടീശ്വരനായ ശശി അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ 120-ാം ജന്മദിനം കപ്പലിൽ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇതറിഞ്ഞ കാലേട്ടൻ "അമ്പട പുളുസോ" എന്ന് പറഞ്ഞ് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത കാലേട്ടൻ ശശി അപ്പൂപ്പന്റെ റൂഹ് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ശശി അപ്പൂപ്പൻ ഇപ്പോഴാണ് ശരിക്കും ശശിയായത്. ശശി അപ്പൂപ്പൻ മരിച്ച വിവരം പുറം ലോകം അറിഞ്ഞാല് ഔലൂസുണ്ട കച്ചവടം തകരും എന്ന് വിചാരിച്ച് മക്കളും കാർന്നോന്മാരും കൂടിയിട്ട് ഇത് തൽക്കാലം മറച്ചു വെക്കുന്നുണ്ട്. ആ ഒരു സമയം അവിടേക്ക് ഡ്രസ്സ് വാങ്ങാനും ക്യാഷ് ഇല്ലാത്ത പാവപ്പെട്ട വീട്ടിലെ വക്കീല് വരുന്നുണ്ട്. ഇവളാണ് ശശി അപ്പൂപ്പന്റെ വക്കീല്. വക്കീല് പറയുന്നത് അപ്പൂപ്പന്റെ സ്വത്തുക്കൾ മുഴുവനും കപ്പലിലുള്ള ജോലിക്കാർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ശശി അപ്പൂപ്പൻ പറയുന്നത് എനിക്ക് ഇനി ഒരു മകൻ കൂടി ഉണ്ട്, ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ വിളിച്ചാലേ അല്ലെങ്കിൽ വേണ്ട, സിനിമ മാറി. അപ്പൊ ശശി അപ്പൂപ്പൻ പറയുന്നത് എനിക്ക് വേറൊരു മകളും കൂടെ ഉണ്ട്, സ്വത്തിന്റെ ഓഹരി അവൾക്കും കൂടെ കൊടുക്കണം എന്ന് കള്ളവടി വെച്ച ശശി അപ്പൂപ്പൻ പറയുന്നുണ്ട്. കൂടെ അവളെ തിരിച്ചറിയാന് അവളൊരു തീട്ടകയ്യത്തിയാണെന്നും ബാക്കിലുള്ള നടുവത്തെ വെട്ടിന്റെ മുകളിൽ ഒരു മാർക്ക് ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഈ ഒരു വാർത്ത ലീക്കഡ് വാർത്ത ആകുന്നുണ്ട്. അങ്ങനെ ഒന്നിന് പകരം 3 കൾപ്പിൾസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിലൊരു ജോഡി നമ്മുടെ കില്ലാടിയാണ്, കള്ളവെടിക്കാ കില്ലാടി. കില്ലാടി കാക്കാപ്പുള്ളി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 കപ്പിൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ചന്തി കാണിച്ച് തല്ലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ 3 പേരുടെയും ചോരക്കട്ട എടുത്ത് കപ്പലിലുള്ള ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. റിസൾട്ട് കുറച്ച് കഴിഞ്ഞ് കിട്ടുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ 3 3 6 പിന്നെ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലാത്ത പെൺകുട്ടികളും ചേർന്നിട്ട് ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പെട്ടിക്കടയിൽ നിന്ന് കിട്ടിയ മാസ്ക് ഇട്ട് ഒരുത്തിന് ഡോക്ടറിനെ വെട്ടി പീസാക്കി DNA നശിപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ് ഉറങ്ങിപ്പോയ ഗ്രൂപ്പ് ഡാൻസുകാർ കില്ലാടി എണീറ്റ് നോക്കുമ്പോൾ ബെഡിൽ ചിക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇതറിഞ്ഞ് ഇവര് ഷോക്കാകുന്നുണ്ട്. രണ്ടാമത്തെ റൂമിൽ പോയപ്പോൾ അവിടെയും മാറിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടും 4 പേര് മൂന്നാമത്തെ ആളുടെ അടുത്ത് പോയപ്പോൾ അവന്റെ അടുത്ത് കപ്പലിൽ ഡ്രൈവർ കിടക്കുന്നുണ്ട്. അവനൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ചിക്കിനെ കാണാണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചിക്കിനെ അന്വേഷിക്കുമ്പോൾ അവർ ക്ഷീണിക്കുന്നുണ്ട്. ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ വേട്ടാവളിയൻ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നത്. ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞ് ഇവന് ബൈക്ക് എടുത്ത് ടൂറ് പോയിട്ടുണ്ടാവും. അങ്ങനെ ബൈക്ക് പോയ വഴിയിലൂടെ പോകുമ്പോഴാണ് ചുമരില് ആണി അടിച്ച പോലെ തൂങ്ങിക്കിടക്കുന്ന ചിക്കിനെ കാണുന്നത്. ചിക്കിനെ കിട്ടുന്ന അതേ സമയത്ത് തന്നെ സത്തുപോയ ഡോക്ടർ മുകളിലെ ഗ്ലാസ് പൊട്ടിച്ച് അടിയിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഡോക്ടറിനെ കൊന്നത് ഇവരാണെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും പിടിച്ച് ജയിലിലിടുന്നുണ്ട്. അവിടെയും ഇവർ തല്ലുകൂടുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് സത്യം മനസ്സിലാകുന്നത്, ഇവരാരും കപ്പിൾസും അല്ല, ഇവരാരും കള്ളവെടിക്കാ കില്ലാടികളും അല്ല, എല്ലാവരും പണത്തിന് വേണ്ടി വന്നവരാണ്. അവർ ജയിൽ ചാടി ലാബിലേക്ക് സ്വന്തം ഇറച്ചി കഷ്ണങ്ങൾ കാണിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഹൃദയം മാറ്റാൻ ശ്രമിക്കുമ്പോൾ വേട്ടാവളിയന്മാര് അബദ്ധത്തിൽ വേറെ ഡെഡ് ബോഡിയാണ് എടുക്കുന്നത്. ഡെഡ് ബോഡിക്കാ കില്ലാടി. അങ്ങനെ പോകുമ്പോൾ 2 പോലീസുകാർ ഇവരെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ ക്രൂരമായിട്ട് അടിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ വീണ്ടും ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 2 വെടല പോലീസിനെ കൊണ്ട് ഒന്നിനും പറ്റൂലെന്ന് മനസ്സിലാക്കിയ ഒരുപാട് സ്റ്റാറുള്ള പോലീസ് കപ്പലിൽ എത്തുന്നുണ്ട്. അന്ന് രാത്രി പെട്ടിക്കടയിൽ നിന്ന് കിട്ടിയ മാസ്ക് ഇട്ട് ഒരുത്തന് സീനിയർ പോലീസിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആരാണെന്ന് നോക്കുമ്പോഴാണ് അത് ശശി അപ്പൂപ്പന്റെ മകനായി. ആ ഒരു സമയത്ത് അവിടെ എത്തിയ വേഷം മാറിയ കില്ലാടിയുടെ ഒരു യമണ്ടൻ ടിസ്റ്റ്. കില്ലാടി ശരിക്കും ഡിക്റ്റേറ്റീവ് കില്ലാടിയാണത്രേ. യഥാർത്ഥ കള്ളവടി സന്തതിയെ കണ്ടെത്താൻ ശശി അപ്പൂപ്പൻ നിയമിച്ചതാണത്രേ. പിന്നീട് പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിയ മുഖംമൂടി ധരിച്ച വേറൊരുത്തനും എത്തുന്നുണ്ട്. അവന് മറ്റേ വേട്ടാവളിയനാണ്. അവസാനം ശശി അപ്പൂപ്പന്റെ മകനും ഈ ഒരു വേട്ടാവളിയനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് തെളിയുന്നുണ്ട്. അവസാനം ഒറിജിനൽ കള്ളവടി മോന് കടന്നു വരുന്നുമുണ്ട്. അതോടെ സിനിമ തീരുന്നുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സിനിമാ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നീട് ആ ഒരു ലൈക്ക് ബട്ടൺ പൊട്ടിക്കാട് ഞെക്കിക്കോ. അടുത്ത സിനിമയായിട്ട് വീണ്ടും വരും. അതുവരേക്ക് ചെറിയൊരു ബ്രേക്ക്. ടാറ്റ ബൈ ബൈ.